ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഐ എം ബഷീറ ഫാറൂഖ്. ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈദിന്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈദ് വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒന്നും ഇല്ലാതെ ചെറിയ രൂപത്തിൽ നമ്മളുടെ വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് അവരുടെ കുട്ടിക്കാലത്ത് അവരെ ആഘോഷിച്ച പെരുന്നാളിനെ കുറിച്ച് പറയാൻ അവരുടെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോഴാണ് അവര് ശരിക്ക് അവരുടെ പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു എൻജോയ്മെന്റിലേക്ക് അവർ എത്തുന്ന സമയം. പക്ഷെ ആ സമയത്ത് നമ്മുടെ നാട് വലിയൊരു വിപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ, അവരുടെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ പെരുന്നാളിനെ നമുക്കൊന്ന് മാറ്റിയെടുത്താൽ ആ കുട്ടികളുടെ കുഞ്ഞു മനസ്സുകൾക്ക് അതൊരു സന്തോഷമായിരിക്കും. ഭാവിയിൽ അവർക്ക് അവരുടെ പെരുന്നാളിനെ കുറിച്ചോ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചോ പറയണമെങ്കിൽ എന്തെങ്കിലും ചില സന്തോഷങ്ങളൊക്കെ അവർക്ക് വേണ്ടേ. അതല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം മുഴുവൻ കൊറോണ തിന്നു തീർത്തു എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ വേദനിച്ചു പോകും. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങൾ, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ പെരുന്നാൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാൾ തലേന്ന് കുഞ്ഞിക്കൈകളിലൊക്കെ മൈലാഞ്ചി കെട്ടുകൊടുത്തു. പിന്നെ ഈ പെരുന്നാൾക്ക് എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ പെരുന്നാളിലും ഉമ്മയാണ് എനിക്ക് മോൾക്കൊക്കെ ഡ്രസ്സ് തയ്ച്ചു തരാം. പക്ഷേ ഈ പെരുന്നാൾക്ക് ഞാൻ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് തയ്ച്ചത്. അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് മുറിച്ചെടുത്തിട്ട് ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ മോളുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസ് വാങ്ങിയിട്ട് അതിൽ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് മാലയായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ ഡ്രസ്സിൽ തുന്നി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ട് അത് തുന്നി ചേർത്തിട്ട് വെറുതെ ചുമ്മാ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് പിന്നെ കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ ഇനി ഡ്രസ്സിൽ തയ്ച്ച് പിടിപ്പിക്കണം. ഇതൊക്കെ ജസ്റ്റ് പെരുന്നാളിൻ്റെ തലേന്നാണ് ചെയ്യുന്നത് കേട്ടോ. അത് ലേറ്റായിരുന്നു. തലേന്ന് എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തൊട്ട് ദിവസം മുന്നെയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു കട്ട് പീസ് എടുത്തു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായിട്ടായിരുന്നു ചെയ്തതൊക്കെ. അങ്ങനെ പെരുന്നാൾക്ക് ഞങ്ങൾ സദ്യയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ് വിചാരിച്ചിരുന്നൊക്കെ. പക്ഷേ അടപ്രഥമന് പാലൊക്കെ തിളച്ച് വന്നപ്പോഴാണ് നോക്കുന്നത് അടൻ്റെ മിക്സ് ഞാൻ പാക്കറ്റ് കടയിൽ തന്നെ മറന്നു വെച്ച് പോകുന്നിരുന്നു. അങ്ങനെ അവസാനം പാലിലേക്ക് കുറച്ച് സേമിയ ഇരുന്നിരുന്നു, അതും അതുപോലെ കുറച്ച് മക്രോണി വേവിച്ചിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചുക്ക് പൊടിച്ചിട്ട് അത് ഏലക്ക ഇങ്ങനെ പട്ടയെല്ല ഗ്രാമ്പൂക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെ റെഡിയാക്കി. ഈ ഒരു പായസം നിങ്ങൾ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. സദ്യക്ക് കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് തലേന്ന് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്. 3:30 ആയിരുന്നു കിടന്ന സമയത്ത്. അത്രയും ലേറ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെയൊന്നും വിഭവങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു ഓലൻ ഉണ്ടാക്കി, അതുപോലെ മത്തനും ചേനയും മമ്പയറും ചേർത്തിട്ട് ഒരു എരിശ്ശേരി ചെയ്തു. പിന്നെ പൈനാപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കി, അതുപോലെ സാമ്പാർ, പപ്പടം, പിന്നെ കായ വറുത്തത്, ശർക്കരപ്പേരി, അച്ചാർ, ഇങ്ങനെ കുറച്ചൊക്കെ ഐറ്റംസാണ് മാത്രമേ ചെയ്തുള്ളൂ. കുമ്പളങ്ങ കൊണ്ട് ഓലൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ജസ്റ്റ് ഇപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുമ്പളങ്ങ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിലിൽ അടിച്ചെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചാൽ മതി. പിന്നെ ബാക്കി വരുന്ന വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങേൻ്റെ 1ഉം 2ഉം പാലെടുത്ത് വെക്കണം. പിന്നെ 2ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എരിവിന് പാകത്തിനുള്ള പച്ചമുളക് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം 1ാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ചൂടായാൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 3 തണ്ട് കറിവേപ്പ് നന്നായിട്ട് കയ്യിലിട്ട് തിരുമ്മി എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് വാങ്ങി വയ്ക്കുക. അങ്ങനെ തീ ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലൻ തന്നെയാണിത്. ഇതൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ രീതിയിലൊരു സദ്യവട്ടൊക്കെ റെഡിയാക്കി കഴിച്ചു. എൻ്റെ അയൽപ്പക്കത്തുള്ള കുറച്ച് കുട്ടികളും അതുപോലെ പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. തലേന്ന് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ ജസ്റ്റ് മൈലാഞ്ചി ഇട്ടാണ്. അപ്പോൾ എൻ്റെ അയൽപ്പക്കത്തെ കുട്ടിയാണെന്ന് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് അടിച്ച ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോകളൊക്കെ അതിലുണ്ടാവും. എന്തായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ നികത്തിയിട്ട് പുതിയ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇവർ എനിക്ക് പെരുന്നാൾക്ക് വന്ന ഗസ്റ്റായിരുന്നു. എൻ്റെ വീട്ടിൽ അയൽവാസികളാണ് ഇവർ. അപ്പോൾ ഇവർ ഇത്തത്ത ഫിലിപ്പൈനാണ് കേട്ടോ. അപ്പം അവർ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അവർ. അപ്പം ഞങ്ങൾ അവരെ കൂടെയാണ് ചേങ്ങോട്ടൂരിലേക്ക് പോകുന്നത്. എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് ഇനി. അപ്പോൾ ഇതാ കൊളത്തൂരിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് നമ്മളെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനിയുള്ള ഭാഗം കാണിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഈദ് അവിടെ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ രണ്ടാമത്തെ ദിവസം ഇവിടെ ചേങ്ങോട്ടൂരിലെ ഈദ് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ദിവസമാണ്. കാരണം ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ എല്ലാവരുടെ വീട്ടിൽ നിന്നും വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് സെക്കൻഡാണ് രണ്ടാം ദിവസമാണ് ഇവിടെ നമ്മളെ വീട്ടിലുണ്ടാവാറുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമായിരിക്കും നമ്മളിവിടെ കൂടുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ ഇത് നമ്മൾ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ ഞങ്ങൾ ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സെറ്റാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. റിച്ചു, ഇത് റിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ കടായി, പിന്നെ ദം ഫ്രൈഡ് റൈസോ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ആ അങ്ങനെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പറമ്പുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്ന നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ. പക്ഷേ ഇന്ന് അതിൻ്റെ ഭംഗിയൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറേ കോറികൾ വന്നിട്ട് കംപ്ലീറ്റ് നല്ലൊരു പച്ചപ്പുള്ളൊരു ഏരിയ ആയിരുന്നു. അതൊക്കെ മാന്തി നിരത്തി കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ചുവന്ന പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പറമ്പ്. അവിടേക്ക് ഞങ്ങൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവിടെ പോയി. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു തൊടി തന്നെയാണ്. നല്ല രസമുള്ള പറമ്പാണ്. ഞങ്ങൾ കുട്ടികളൊക്കെ ഒരുമിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് കളിച്ചു. ിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പുറത്ത് പോകാനും വിരുന്ന് പോകാനും ഒന്നും ഒരു പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നതാണ്.
അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അവിടെ വന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. അങ്ങനെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവർ കുറച്ച് പാട്ടൊക്കെ പാടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അമ്മച്ചികളൊന്നും വന്നില്ല? വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ് ഇനി ആരാ? താങ്ക് യു, സൂപ്പർ. ആ സൂപ്പർ. ആർക്കാ പനി? ചെല്ലക്കുത്തിക്കോ? ആന തുളുത്തി വീണില്ല. താഴത്ത് അങ്ങനെ വാങ്ങാ താഴെ വീണല്ലേ? എന്നിലായി നൽകുമോ കണ്ട് നാൾ തൊട്ടേ ഞാൻ നിന്റെ ആ പൂമുഖം. പാട്ട് സ്റ്റക്കായ ചാടിയാണ്
അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ പെരുന്നാളൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ.